നോക്കടാ, സൂപ്പർ ഫിഗർ. ഒന്നും മിണ്ടാതിരിക്കടാ, നമുക്ക് വളച്ചെടുക്കാം. ഇത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാന്നാണല്ലോ തോന്നണേ. രാത്രി 12 മണിക്ക് കറങ്ങി അടിച്ച് നടക്കുന്നവളാണോടാ കുടുംബത്തിൽ പറഞ്ഞോള്? അപ്പൊ ഇത് മറ്റേ കേസാണ്. അത് തന്നെടാ, ഇതുപോലെ എത്ര എണ്ണത്തിനെ നമ്മൾ കണ്ടിരിക്കുന്നടാ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ റേറ്റ് എത്രന്ന് പറഞ്ഞിട്ട് കാര്യം കഴിഞ്ഞിട്ട് പോവാൻ നോക്ക്. വെറുതെ എന്റെ അടുത്ത് കളിക്കണ്ട. കളിച്ചാ നീ എന്ത് ചെയ്യോടി? ആരോട് കംപ്ലൈന്റ് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ആരടുത്ത് പറയൂ? കമ്മീഷൻ എടുത്ത് കളക്ടറോട് പറയോ? കാലിയോട് പറയും. കാലിയോടോ? കാലി നീയോട്ട് എന്താ ബന്ധം? ഞാൻ കാലിയുടെ ലവറാ. ഇത് ആദ്യമേ പറഞ്ഞ പോരായിരുന്നു, അറിയാതെ പറ്റിപ്പോയോ? എന്തുവാടെ നീ പാട്ട വണ്ടി പണിഞ്ഞോണ്ടിരിക്കുന്നേ? മാമ പോവാം. വേണ്ട കാലി, ഞങ്ങള് രണ്ടുപേരും കൂടെ നടന്നങ്ങ് പൊക്കോളാം. നീ കാറിൽ വാ. ഇന്നെന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. എനിക്ക് എന്തിന്റെ കുറവുണ്ടായിട്ട് നീ അവളുടെ പുറകെ പോയത്? നീ എന്നോട് കള്ളം പറയുന്നോ? നടന്ന സംഭവങ്ങളൊക്കെ ശരിക്കും ഞാൻ അറിഞ്ഞിട്ടാ വരുന്നേ. ഇവിടെയുള്ള ഏതോ ഒരുത്തിയുമായി നീ ഇഷ്ടത്തിലാണെന്ന് ഈ നാട്ടിലുള്ളവരൊക്കെ പറയുന്നുണ്ടല്ലോ. അതെ, പറഞ്ഞാലും എത്ര തെറ്റ്? ഈ ഏരിയയിലുള്ള 6 വയസ്സുകാരിക്കും അതുപോലെ 60 വയസ്സുകാരിക്കും എന്നെ ഇഷ്ടാവും. ഇവിടെയുള്ള അമ്മച്ചിമാർക്കൊക്കെ നിന്നെ ഇഷ്ടമായിക്കോട്ടെ. നിനക്കൊരു ചെറുപ്പക്കാരി ലവർ ഉണ്ടെന്നാണല്ലോ ഞാൻ ഇവിടെ കേട്ടത്. ലവറാ? അങ്ങനൊരു വാർത്ത കേട്ടപ്പോഴേ എന്റെ ചങ്കാകെ തകർന്നു പോയി. അയ്യേ, നേരിട്. എന്റെ പിന്നാലെ നടക്കണം നിന്നെ പോലും ഞാൻ പ്രേമിക്കുന്നില്ല. പിന്നെയാണ് എനിക്ക് അറിയാത്ത ഏതോ ഒരുത്തിയെ. നിന്റെ ഈ തരികിട പരിപാടിയൊന്നും എന്റെ അടുത്ത് ഇറക്കല്ലേ. ഞാനൊരു പോലീസുകാരിയാ, തെളിവില്ലാതെ ഞാൻ സംസാരിക്കില്ല. ഏയ്, നിന്നോട് അവൾ എന്താ പറഞ്ഞേ? അതിങ്ങോട്ട് പറഞ്ഞേ. അതെ അണ്ണാ, രാത്രി വഴി വെച്ച് കണ്ടപ്പോ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ പറയാ അണ്ണന്റെ ലവറാന്ന്. വീട് വരെ കൊണ്ട് വിടട്ടെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ പറയാ വേണ്ടാന്ന്. അണ്ണാ നല്ല സുന്ദരിയാ, അണ്ണന് നന്നായിട്ട് ചേരും. എന്നാ പിന്നെ അതിനെ അങ്ങ് ആലോചിച്ചുകൂടെ? ചോവിട്ടിനെ ഇതൊക്കെ നിന്നോട് ചോദിച്ചോടാ. ഇപ്പൊ എന്താ പറയാനുള്ളത്? നിനക്ക് പെണ്ണെ ശരിക്കും അറിയാലോ? അറിയണ്ണ. അവളെ വീട് അവളുടെ വീടാന്ന് പറഞ്ഞ വേറെ വീടെന്നെ വീടല്ലേ അയാള് കാണിച്ചു തന്നത്. നിനക്ക് ശരിക്കും തലക്ക് പിടിച്ചോണ്ട് തോന്നുന്നതാ. പെൺകുട്ടികളെ ഏന്ന് വിളിക്കരുത്, മോളേന്ന് വിളിക്കണം. ലേഡീസിനൊരു പ്രോബ്ലം വരാൻ പാടില്ല. അവളുടെ പേരെന്താന്ന് പറഞ്ഞ ഞാൻ ചോദിക്കാം. വാട്ട്സ് യുവർ നെയിം? അത് ഇംഗ്ലീഷിൽ വേണ്ട, ഞാൻ മലയാളത്തിൽ ചോദിക്കാം. ചേച്ചി, അമ്മ. എവിടെ വീട്ടിലാള് വന്നിരിക്കുന്നാണ്ടല്ലേ? ഇറങ്ങി വാ. വെളിയിൽ നിന്ന് അകത്തോട്ട് വാ. ഓ, അപ്പൊ നീയാണല്ലേ കക്ഷി. ഞാൻ ആരാണ് എന്താണെന്നൊന്നും അറിയാണ്ട് എന്റെ പേര് മിസ്യൂസ് ചെയ്യും. നിനക്കറിയോ, ഒരു മൈക്ക് സെറ്റ് പോലും ഇല്ലാണ്ട് നീ പറഞ്ഞതൊക്കെ നാട്ടിൽ മൊത്തം പാട്ടായിക്കൊണ്ടിരിക്കുക. ഹലോ, ആരാ നിങ്ങളൊക്കെ? ആരെന്ന് വിചാരിച്ച നീ ചോദിക്കുന്നത്? വലങ്കൈ കുടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കാണോ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഓടി, നീ ആരാ എന്താന്നൊക്കെ എനിക്കറിയാം. നിന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടാ വന്നിരിക്കുന്നേ. തല്ലി താർക്കണം, നോക്കിക്കാതെ. വേണ്ട, ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. മര്യാദയ്ക്ക് പുറത്തേക്ക് പൊയ്ക്കോ, ഇല്ലെങ്കിൽ ഞാൻ ആരെയും വിളിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഓ, നീ എന്താ ഭീഷണിപ്പെടുത്താണോ? ആരെയടി വിളിക്കാൻ പോകുന്നത്? ഞാൻ കാലിയെ വിളിക്കും. ആ കാലി ഞാൻ തന്നെയാടി. ഞാൻ ആരാന്നറിയാതെ എന്റെ പേര് യൂസ് ചെയ്യാൻ നാണോല്ലോ നിനക്ക്? കാശിന് വേണ്ടി പാവരിക്കാൻ പോകുന്നുള്ളമാര് വരെ കൂടെ കിടന്നവന്റെ പേര് ചോദിച്ചാൽ പേര് പറയാൻ കുറച്ച് മടിക്കും. എന്തിനടി ആവശ്യമില്ല എന്റെ പേര് പറഞ്ഞത്? സോറി, ആ സമയത്ത് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു. ഇല്ലെങ്കിൽ അവന്മാരെന്നെ കൊന്നു കളഞ്ഞേനെ. അന്ന് എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അവരോട് നിങ്ങളുടെ പേര് പറഞ്ഞത്. അവിടെ ദൈവത്തിന്റെ പേര് പോലെയാ നിങ്ങളുടെ പേരെന്റെ നാവിലേക്ക് വന്നത്. നിങ്ങൾ കാരണം ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് തന്നെ. സത്യം പറഞ്ഞ നിങ്ങളും എനിക്കിപ്പോ ദൈവത്തെ പോലെ തന്നെയാ. വായി വന്നത് വിളിച്ചു പോയിട്ട് കാലിയുടെ പെർമിഷൻ വാങ്ങിക്കാതെ പേര് പറഞ്ഞത് തെറ്റ്. ഓവറാക്കാൻ നിൽക്കരുത്. കറക്റ്റ് ആയിട്ടുള്ള കാരണം കേട്ടല്ലോ. ഇനി പോവാം. ഇതെനിക്ക് കിട്ടേണ്ടായിരുന്നു. ഗുഡ് നൈറ്റ്. കാലി, ഈ മൈക്കും സ്പീക്കറും ഒക്കെ തുരുമ്പെടുത്ത് പോയാലും ശരി തന്നെ, രാഷ്ട്രീയക്കാരെ ഒരു പരിപാടി നമുക്ക് വേണ്ട. എന്ത് പറ്റണം? ആ MLA യുടെ ബർത്ത്ഡേക്ക് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തില്ലേ?
പ്രോഗ്രാം കഴിഞ്ഞ് കാശ് ചോദിച്ചപ്പോഴേ ഞങ്ങൾക്ക് വാങ്ങിച്ച ശീലമുള്ളൂ, കൊടുത്ത ശീലമില്ലെന്ന്. എന്റെ പേര് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാ കാശും കീശെന്നൊക്കെ പറഞ്ഞു വന്നാലേ നാളെ രാവിലെ ഈ കട തന്നെ കാണൂലെന്ന്. അങ്ങനെ തന്നെ പറഞ്ഞത്. ആ MLA എന്തൊരു കടയുണ്ടല്ലോ. പെണ്ണിമ്പിള്ളയുടെ വേല ഏതോ സിമന്റ് കട ഇട്ടിട്ടുണ്ട്. അവിടെ വരുന്ന് പോവാം. സിമന്റ് വാങ്ങാനാ? അയാൾക്കൊരു പണി കൊടുക്കണ്ടേ? എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? പേടിയല്ല സാർ, പൈസ ചോദിച്ചപ്പോ പൈസ കൊടുത്ത ശീലമില്ല, വാങ്ങിയ ശീലമുള്ളൂ സാർ. ഇത് മൊത്തം നമ്മുടെ ഡയലോഗ് പോലെയുണ്ടല്ലോ. എട്ടുമുട്ടും തിരിയാത്ത നീ എങ്ങനെയാണ് ഒരു പരിചയമില്ലാത്ത സാധനം വായിച്ചത്? സാറിന് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. സാറുമായിട്ട് ചേർന്നുള്ള ഫോട്ടോയും കാണിച്ചു സാർ. ഒരു ദിവസം ചിലപ്പോ 1000 പേരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തോണ്ട് വരും എന്ന് വിചാരിച്ച് നീ എല്ലാവർക്കും സിമന്റ് അയച്ചു കൊടുക്കൂടാ. അവന്റെ പേരെന്താണെന്നറിയാവോ? കാലി സാർ. ഏതവനാടാ ഈ കാലി? അവൻ ഏതാണ്ട് വലിയ ദാതയാണെന്ന വിചാരം. എവിടെയാടാ അവൻ? ഏതവനാടാ നീ? ആരാ എന്താന്നൊക്കെ വഴിയെ മനസ്സിലാക്കാം. ഷർട്ടിന്റെ കോളർ ഇങ്ങനെ പൊക്കി വെച്ചാ നീ വലിയ ഹീറോ ആകുമെന്നാണോ ധാരണ? എത്ര വലിയ അഹങ്കാരിയായിട്ടാ നീ എന്നോട് കളിക്കാൻ വരുന്നത്? എന്താ പറഞ്ഞേ? വാങ്ങിയ സാധനത്തിന്റെ കാശ് ചോദിച്ചപ്പോ എനിക്ക് വാങ്ങിച്ച ശീലമുള്ളൂ, കൊടുത്ത ശീലമില്ലെന്നല്ലേ? ലൈറ്റ് ഇട്ടതിന്റെ കാശ് ചോദിച്ചപ്പോ താൻ എന്നോട് പറഞ്ഞത് ഇതേ മറുപടി. എന്റെ പവർ എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ? അറിയാം സാറേ, താൻ പറഞ്ഞാലേ തന്റെ ആൾക്കാരെ അടിക്കാൻ നിൽക്കൂ. അത് തന്റെ പവർ. പക്ഷെ ഞാൻ ഒരുത്തനെ അടിക്കണമെന്ന് വിചാരിച്ചാ എനിക്ക് ഒരുത്തന്റെ സഹായം വേണ്ട. അതാണ് എന്റെ പവർ. മനസ്സിലിരിപ്പോ നീ വലിയ റൗഡിയാണെന്നൊക്കെ ആയിരിക്കും. റോഡിൽ ഇറങ്ങി കഴിയുമ്പോ ഞാൻ നിന്നെക്കാളും വലിയ റൗഡിയാടാ. MLA പറയുമൊക്കെ കിട്ടിയത് ഇപ്പോഴാടാ. രാഷ്ട്രീയക്കാരനാണല്ലോ എന്ന് കരുതി ഒരിത്തിരി ഒതുങ്ങി കഴിഞ്ഞപ്പം നിന്നെ പോലെ ചേട്ടകൾ എന്റെ തലേ കയറുന്ന നിരങ്ങാൻ വരുവാണോടാ? സിമന്റ് സൗജന്യമായി കൊടുത്തത് നമ്മുടെ MLA. സൗജന്യമായി കൊടുത്തത് നമ്മുടെ MLA. പൊതുജനങ്ങൾക്ക് സിമന്റ് ചാക്ക് സൗജന്യമായി കൊടുത്തത് നമ്മുടെ MLA. ഇവർക്ക് കക്കൂസ് കെട്ടി കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ഊഴിയും ചെങ്കല്ലും കൊടുക്കുന്നത് നമ്മുടെ MLA. ഊഴിയും ചെങ്കല്ലും കൊടുക്കുന്നത് നമ്മുടെ MLA. ചുമ്മാ ഇരുന്നെങ്കിൽ സിമന്റ് മാത്രം പോകൊള്ളായിരുന്നു. ഇപ്പൊ ചെങ്കല്ലും മണലും ഊഴിയും ചെങ്കല്ലും സിമന്റും കൊടുക്കുന്നത് നമ്മുടെ MLA. തന്നെ കെട്ടി കൊടുക്കേണ്ടി വരും. ഇനി പറ്റൂലെന്നങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാ ഈ ഏരിയയിലുള്ള 3000 ബോട്ടും വെള്ളത്തിലാകും. സാറ് ഈ കലിപ്പും മുഖമൊക്കെ മാറ്റി നല്ലോണം ചിരിച്ച് കൈയൊക്കെ ആട്ടി ഇവിടുന്ന് തടി കാലിയാക്കാൻ നോക്ക്. നീ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് എന്റെ ചെലവിൽ കക്കൂസ് കെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചു അല്ലേ? ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. എന്തെങ്കിലും മേടിച്ചു നോക്കുന്നേ. ആ സിമെന്റിൽ എനിക്ക് തരാനുള്ള കാശോട് വരവ് വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം. സ്ഥലം ഇടാൻ നോക്കും. റൗഡിത്തരം കാണിച്ചത് അവന്മാരാ. എന്നിട്ട് എന്നെ എന്തിനാ കെട്ടിയിടുന്നത്? നമ്മളോടൊന്നും ചോദിക്കണ്ട. MLA ആൾക്കാരല്ലേ കൈവച്ചേ. കാര്യം കുറച്ച് സീരിയസാ. തന്നെ ചോദ്യം ചെയ്യാനേ മോളിന്ന് വലിയ ഓഫീസറാ വരുന്നേ. അതേത് ഓഫീസറാ? നിനക്ക് എത്ര അഹങ്കാരം വരുന്നിട്ടാ നീ ഇങ്ങനൊക്കെ ചെയ്തത്? അവരടിച്ചതുകൊണ്ടാ ഞാൻ തിരിച്ചടിച്ചത്. ഏയ്, നീ ആരെ അടിച്ച എനിക്കെന്താ? ഞാൻ ആ കാര്യമല്ല ചോദിച്ചത്. അന്ന്
നിന്നോട് ഞാനൊരു കിസ് ചോദിച്ചപ്പോ നീ എന്താ എന്നോട് ചെയ്തത്? എന്നോട് കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് പോയി അല്ലേ? ഇപ്പൊ ഒന്നുകൂടി കാണിച്ച മോനെ. അന്ന് എനിക്ക് നീ തരാതെ പോയ മുത്തമുണ്ടല്ലോ, ഇന്നിപ്പൊ ഞാനേ അന്ന് കാലിയുടെ പേര് പറഞ്ഞ് നീ രക്ഷപ്പെട്ടു. ഇന്ന് ഈ തരികയുടെ പരിപാടിയൊന്നും നടക്കില്ല. നീയും കാലിയും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞു. മര്യാദയ്ക്കൊന്ന് വണ്ടേ കയറി. എന്താ നീ ആലോചിക്കുന്നേ? നീ ആരുടെ പേരാ ആലോചിച്ച് ആരുടെ പേര് പറഞ്ഞാലും അണ്ണന്റെ ഇന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. വാ, വന്ന് വണ്ടി കയറി. സമയം കളയാൻ വന്ന് കേറ്. അണ്ണാ എന്താടാ കാലി? എടാ കാലി എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? കാലി അവളും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് അന്ന് പറഞ്ഞല്ലേ, പിന്നെന്തിനാ ഇവൻ ഇവിടെ പറയാ വരുന്നത്? നമസ്കാരം അണ്ണാ. എന്താ പ്രശ്നം? ഒന്നുമില്ലണ്ണ, പെങ്ങളിങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഞാൻ പറയായിരുന്നു ഇവിടെ റൗഡികളുടെ ശല്യമുള്ള സ്ഥലമല്ലേ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാന്ന് പറയായിരുന്നു. അപ്പോഴത്തേക്കും അണ്ണൻ വന്ന്. എന്നാ പോക്കോട്ടെ അണ്ണാ. വീട്ടിലേക്കാണോ? കേറിയിരിക്കും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇത് കണ്ടിട്ടാണോ ചിരിച്ചത്? ഒരു മാരേജ് ഫംഗ്ഷൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ. വാ കേറിക്കോളൂ. താങ്ക്സ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനിയെങ്കിലും കുറച്ച് നേരത്തെ വീട്ടിൽ വരാൻ നോക്ക്. എന്തു പറ്റി? പെട്രോൾ തീർന്നവനെ വഴി പമ്പിലെത്താനുള്ള പോലും ഉണ്ടാവില്ല. ഇവിടെ പെട്രോൾ ഇരിക്കണ്ടാവോ? അയ്യോ, എന്റെ വീട്ടില് പെട്രോൾ ഒന്നുമില്ല. അല്ല, മണ്ണെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല. ഐശ്വര്യ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളും. ഐശ്വര്യയോ? എന്റെ വണ്ടിയുടെ പേരാ. ശരി, ഞാൻ എടുത്തു തരാം. അകത്തേക്ക് വാ. ആയിക്കോട്ടെ. ഇരുന്നോളൂ. വേണ്ട, കുഴപ്പമില്ല, ഇരുന്നോളൂ. അല്ല അതൊന്നും സാരമില്ല. കോഫിയാണോ അതോ ചായയാണോ? ഇല്ല, മണ്ണെണ്ണ തന്നാ ഞാൻ പോയേക്കാം. കാറിന് വേണ്ടിയല്ല ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ കാര്യം. വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ, ഞാൻ എടുക്കാം. എന്ത് വന്നാലും ഞാൻ കുടിച്ചോളാം. എന്നാ അവിടെ ഇരുന്നോളൂ. അതൊന്നുമില്ല, അത് അന്ന് പൊട്ടിയതല്ല.